നമ്മളിൽ പല ആളുകളും ഇന്നും അക്ഷയയിലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഓഫീസിലോ പോയിട്ടാണ് കറണ്ട് ബില്ല് അടയ്ക്കാറുള്ളത്. എന്നാൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് സെക്കൻഡ് കൊണ്ട് വാട്ടർ ബില്ലും അതുപോലെ കറണ്ട് ബില്ലെല്ലാം എളുപ്പത്തിൽ അടയ്ക്കാം. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് മൊബൈലിലൂടെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മളിവിടെ ഗൂഗിൾ പേ ഉപയോഗിച്ച് എങ്ങനെ കറണ്ട് ബില്ല് അടയ്ക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് വന്നാൽ ബിൽസ് ആൻഡ് റീചാർജ് കാണാം. അവിടെ ഇലക്ട്രിസിറ്റി എന്ന ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് കുറേ ഇലക്ട്രിസിറ്റി സപ്ലൈസ് കാണാം. അതിൽ കേരള ഇലക്ട്രിസിറ്റി സെലക്ട് ചെയ്യാം. ഞാനിവിടെ ആൾറെഡി ഒരു കൺസ്യൂമർ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ലിങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കൺസ്യൂമർ നമ്പറും അതുപോലെ ഒരു പേരും കൊടുക്കാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. കൺസ്യൂമർ നമ്പർ എന്നുള്ളിടത്ത് നമ്മളെ ബില്ലിൽ കാണുന്ന കൺസ്യൂമർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ ഒരു പേരും കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കൺസ്യൂമർ നമ്പറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാണാം. അവിടെ ഓണറിൻ്റെ പേര്, അതിനുശേഷം ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയാണോ കറണ്ട് ബില്ല് വന്നിട്ടുള്ളതെങ്കിൽ അതവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബില്ലുമായിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ കൺസ്യൂമർ നമ്പർ ഒരു തവണ ആഡ് ചെയ്യുന്നുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് ബില്ലിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവുന്നതിന് മുമ്പ് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിനാൽ അത് നമുക്ക് മറക്കാതെ അടയ്ക്കാൻ സാധിക്കും. കറണ്ട് ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പേ ബില്ല് കൊടുത്ത് നമ്മുടെ പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് അടയ്ക്കാവുന്നതാണ്. ഞാൻ ഒത്തിരി നാളായിട്ട് ഇതേ രീതിയിലാണ് എൻ്റെ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അറിയാത്തവർ ഇത് ഉപകാരപ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.